നമ്മളുടെ കാടക്കുഞ്ഞുങ്ങളല്ല, മുട്ടക്കാടകളൊക്കെ മുട്ടയിട്ട് ഒരു 6 മാസത്തിൻ്റെ അടുത്തായിട്ടോ മുട്ട നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വേണ്ട തീറ്റ കൊടുക്കേണ്ട ടൈമായി, അതാണ് ഇവരിങ്ങനെ ധൃതി പിടിക്കുന്നത്. അപ്പോൾ തീറ്റ പാത്രത്തിൽ തന്നെയാണ് ഏകദേശം എല്ലാവരും മുട്ടയിടുന്നത്, പുറത്തൊന്നുമല്ല. അപ്പോൾ ഈ ധൃതി പിടിച്ച് ഇവർ തീറ്റ ഇങ്ങനെ കഴിക്കുമ്പോൾ മുട്ടകളെല്ലാം പൊട്ടിപ്പോകും. അപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് മുട്ടയെടുക്കും, പിന്നെ വൈകിട്ടും 2 നേരം ഇടാറില്ല. ഒരു നേരമാണ്. പകുതി കടകളൊക്കെ ഇന്ന് രാത്രിയിലായിരിക്കും മുട്ടയിടുന്നത്, അതുകൊണ്ടാണ് അത് രാവിലെ എടുക്കും. ബാക്കിയുള്ളത് ഇന്ന് തന്നെ എടുക്കും. ഒരുത്തൻ പുറത്ത് ചാടി. അപ്പോൾ ഇവർക്ക് മുട്ടയിട്ട് പകുതിയാകുമ്പോൾ തന്നെ ഇവർക്കൊരു തൂവലകളൊക്കെ കുറച്ച് പൊഴിഞ്ഞു തുടങ്ങും. അപ്പോൾ അതിന് നമ്മളൊരു വിറ്റമിൻ സിറപ്പുണ്ട്, ഗ്രോവി പ്ലസ് വിംബ്രാൾ, അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കണം. ഞാനത് മേടിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ കൊടുക്കുന്ന ഒരു ടൈമാണ്, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ തിരക്ക് കൂട്ടി തീറ്റ എടുക്കുന്നത്. അപ്പോൾ തീറ്റ കൊടുക്കുമ്പോൾ എല്ലാവരും കൂടി വരും. ഒരു 6 മാസത്തിൻ്റെ അടുത്തായിപ്പോൾ. ഇനി ഒരു 6 മാസത്തോളം മുട്ട നമുക്ക് കിട്ടും. 1 വർഷമൊക്കെയാണ് അതിൻ്റെ ഒരു ടൈം പീരീഡ്. ഇതാണ് കേട്ടോ തീറ്റ, നമ്മുടെ സ്റ്റാർട്ടർ തീറ്റ. ഇനി ഇത് ഇടുന്ന സമയത്ത് ഇവരുടെ ഒരു ഓടിപ്പാച്ചലുണ്ട്, ഉണ്ടോ, ധൃതി കൂട്ടണം. ചിലർ ഇതിനെയൊക്കെ ചിക്കിച്ചഴിഞ്ഞ് പകുതി തീറ്റയോളം താഴെ ഇടും. അതിനാണ് ഞാൻ ഈ നെറ്റ് ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. തീറ്റപ്പാത്രത്തിൽ കൊടുക്കുമ്പോഴെല്ലാം പകുതി തീറ്റകൾ പുറത്തായിരുന്നു. അപ്പോൾ ഈ നെറ്റിൽ, ഈ പാത്രത്തിലിട്ട് നെറ്റ് അതിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്ന സമയത്ത് അത് ആവശ്യമുള്ളത് മാത്രം കൊത്തിയെടുക്കലാണ് പതിവ്. അപ്പോൾ അങ്ങനെ തീറ്റ അങ്ങോട്ട് വേസ്റ്റാക്കി കളയില്ല. അപ്പോൾ അവർക്ക് വേണ്ടത് ഈ നെറ്റിൻ്റെ അടിയിൽ കൂടെ കൊക്ക് കൊള്ളുന്ന പാകത്തിൽ തീറ്റ എടുക്കുകയും ചെയ്യാം. മറ്റേത് അങ്ങനെയല്ല, തീറ്റ പാത്രത്തിനൊക്കെ തട്ടി തെറിപ്പിച്ച് പകുതിയോളം വേസ്റ്റാക്കി കളയുന്നൊരു ഇതായിരുന്നു. ഇനി നമ്മളിതിൻ്റെ ഒരു സിറപ്പുണ്ട്, വിറ്റമിൻ സിറപ്പ്. അതൊരു മെഡിസിനല്ല, ഒരു ഇതാണ്. അത് തൂവൽ തണുപ്പാകുമ്പോൾ മുട്ടയൊക്കെ ഒരുവിധം ആകുന്ന സമയത്ത് ഈ തൂവൽ പൊഴിഞ്ഞു പോകുന്നതിന് ഗ്രോവി പ്ലസും വിംബ്രാളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 മില്ലി അങ്ങനെയുള്ള ഒരു ഇതിലാണ് അത് കൊടുക്കുക. വിംബ്രാൾ അതിലും കുറവ് അളവാണ് കേട്ടോ, അതിൽ എഴുതിയിട്ടുണ്ടാവും. ഞാൻ ആ ബോട്ടിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോയിൽ കൊടുക്കാം കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവരും തീറ്റ എടുക്കുന്ന സമയമാണ്. തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി മുട്ടകൾ നമ്മൾ കാലത്താണ് കളക്ട് ചെയ്യുക. ഇതിപ്പോൾ കിട്ടിയതാണ് കേട്ടോ. നമ്മൾ കുറച്ച് കാടകളിന് നമ്മൾ കുറച്ച് പേര് ഇങ്ങനെ വളർത്താനാണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് കൊടുത്തിരുന്നു കേട്ടോ, കുറച്ചെണ്ണം. പിന്നെ നമ്മൾ കാട തന്നെ വളർത്തുന്ന ഭാഗത്ത് അടുത്ത് തന്നെ ഒരു വീട് വരുന്നുണ്ട് നമ്മളുടെ. അപ്പോൾ അവർക്ക് ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും വരും. അപ്പോൾ കുറച്ചുകൂടി ഞാൻ എണ്ണം കുറയ്ക്കും, കാരണം നമുക്ക് വീട്ടിൽ സൗകര്യം കുറവാണ്. അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ സ്മെല്ലടിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഇതിൻ്റെ എണ്ണം നമ്മൾ കുറയ്ക്കും. നമ്മൾക്ക് പിന്നീട് സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് അതിൻ്റെ കൂടുതൽ എണ്ണത്തിന് നമ്മൾ വളർത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊന്ന് കളക്ട് ചെയ്ത മുട്ടയാണ്, ഇനി കാലത്താണ്. പിന്നെ ഇതിൻ്റെ ഗ്രോവി പ്ലസ് ഞാൻ പറഞ്ഞില്ലേ, അതും വിംബ്രാളും കൂടിയിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യും കേട്ടോ അടുത്ത് തന്നെ. അപ്പോൾ ഈ തണുപ്പ് മുട്ടയിട്ട് പകുതിയാകുമ്പോൾ ഇതിന് തൂവൽ കൊഴിയുന്നത് സ്വാഭാവികമാണ്, എല്ലാ കാടകൾക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ക്ഷീണം കൂടുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ തണുപ്പിൻ്റെ ടൈമല്ല, അപ്പോൾ അവർക്ക് തണുപ്പൊക്കെ പറ്റാതെ വരുന്നൊരു ടൈമാണത്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇത് കൊടുക്കും. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ബോട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ട് ചെറിയൊരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ.